ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അടിപൊളിയായിട്ടാണ് കേട്ടോ ചിക്കൻ ചുക്കയാണ് ചെയ്യുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് ഊണിനാക്കിയാലും പെട്ടെന്നൊരു 5 to 10 മിനിറ്റ്സിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുവാണ് ഞാൻ. പിന്നെ ഇതിലോട്ടൊരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഹാഫ് ലെമണോട് ഇട്ട്, അല്ലെങ്കിൽ ലെമണിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വിനീഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ഓണിയൻ അരിയോ ഒന്നുമില്ല, എല്ലാം മിക്സിയിലിട്ട് അരയ്ക്കുകയാണ്. അതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഓണിയനോട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ജീരകം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ജീരകവും ഇടണം, പെരിഞ്ജീരകവും ഇടണം. പിന്നെ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് പെപ്പർ ഇട്ട് കൊടുക്കുക, മുഴു പെപ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മസാല ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഈ അരച്ചെടുത്ത മസാല കടായിൽ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ, ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ അതിലോട്ടൊരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കളർ മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നല്ലോണം ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നല്ലൊരു മണമായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിലും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ചുക്കയാണിത്. എന്നിട്ട് ഈ മസാല ചിക്കനിൽ പെരളത്തക്ക രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാലയ്ക്കൊരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും. പിന്നെ ഞാനൊരു 2 ചുമന്ന മുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എരിവനുസരിച്ച് നമ്മൾ ഇതിൽ പെപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ഇടുന്നെങ്കിൽ ഈ 1/4 എന്നുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇച്ചിരി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പം നമുക്ക് ആ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുവേ. ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം നമുക്ക്. പിന്നെ നിങ്ങൾക്ക് ഇത് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നമുക്ക് ഗ്രേവി ആയിട്ട് കുറുക്കിയെടുക്കാം. നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതിന്ന് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അടച്ചു വെക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. ഇപ്പം നോക്കിക്കേ, നല്ലോണം ആ ഗ്രേവി എല്ലാം പറ്റി നല്ലോണം കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ പിന്നെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടയിൽ ഇളക്കി കൊടുക്കണം, അതാണ് മെയിൻ. പിന്നെ ഇപ്പം ഞാൻ കൊത്തമല്ലി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്, കൊത്തമല്ലിയുടെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. പിന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഇടയിൽ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ടേക്കുന്ന ആ മസാല നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പം ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അരിയോ പിടിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ ചുക്ക ശരിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കായാലും ഒരു രസമോ ഒരു മോരുകറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാനായാലും ചപ്പാത്തിക്കായാലും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇപ്പം റെഡി ആയി കഴിഞ്ഞു ചിക്കൻ ചുക്ക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.